എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 21 ദിവസം കൊണ്ട് സെറ്റാകുന്ന ഒരു മുന്തിരി വൈനിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ പറയുന്നത് പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള മുന്തിരി വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കാണുന്നത് പല സമയത്തായിട്ട് പലതരം മുന്തിരികൾ കൊണ്ടുണ്ടാക്കിയ വൈനുകളാണ്. ഈ വൈനുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ രീതിയിലാണ്. ഇതിൻ്റെ പഴക്കത്തിൽ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് മുന്തിരി കഴുകിയെടുക്കുക എന്നുള്ളതാണ്. 2 കിലോ മുന്തിരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഈ മുന്തിരി കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുക്കി വെക്കണം. വൈന് വേണ്ടിയിട്ട് മുന്തിരി എടുക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് പുളിയുള്ളതോ കേടായതോ ആയ മുന്തിരി ഒരിക്കലും എടുക്കാൻ പാടില്ല. പുളിയുള്ള മുന്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ വൈനിന് ശരിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. കേടായ മുന്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ വൈനിന് പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അരമണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച മുന്തിരി 3-4 പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. അവസാനത്തെ പ്രാവശ്യം കഴുകുന്നത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണെങ്കിൽ അത്രയും നല്ലത്. കഴുകിയെടുത്തിരിക്കുന്ന മുന്തിരി അതിൻ്റെ തണ്ടിൽ നിന്ന് ഇതുപോലെ അടർത്തിയെടുക്കാം. ഇതുപോലെ അടർത്തിയെടുത്ത മുന്തിരി നല്ല വൃത്തിയുള്ള ഉണങ്ങിയ കോട്ടൺ തുണിയുടെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടർത്തിയെടുക്കുന്ന സമയത്ത് കേടായതോ പൊട്ടിയതോ ആയ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാം. അതുപോലെ തന്നെ ഇതിനിടയ്ക്കായിട്ട് ചിലപ്പോൾ പച്ച കളറിലുള്ള നല്ല പുളിയുള്ള മുന്തിരിയൊക്കെ കാണും. അതും മാറ്റിക്കളയാം. ഇവിടെ ഇപ്പോൾ മുന്തിരിയെല്ലാം അടർത്തി ഒരു കോട്ടൺ തുണിയുടെ മുകളിലായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. വൈൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള വെള്ളവും തിളപ്പിച്ച് വെക്കണം. 2 കിലോ മുന്തിരിക്ക് വേണ്ടിയിട്ട് 5 ലിറ്റർ വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് വൈനിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. വൈനിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. വൈൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം വേണം എടുക്കാൻ. സാധാരണ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ വൈൻ പെട്ടെന്ന് കേടായി പോകും. അടുത്തതായിട്ട് വൈൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഉണങ്ങിയ ഗ്ലാസ് ജാറോ ഭരണിയിലോ മാത്രമേ വൈൻ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നല്ല ഉണങ്ങി നല്ല വൃത്തിയുള്ള മരത്തവിയോ ചിരട്ടത്തവിയോ വേണം ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഗ്ലാസ് ജാറ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. വൈനിന് വേണ്ടിയിട്ടുള്ള മുന്തിരി ഫാനിൻ്റെ കീഴെ വെച്ച് വെള്ളമൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 2 കിലോ പഞ്ചസാരയാണ്. ഒരു കൈ ഗോതമ്പ് കഴുകി ഉണക്കിയെടുത്തത്, 8 ഗ്രാമ്പു, കുറച്ച് കറുവാപ്പട്ട, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു മുട്ടയുടെ വെള്ള. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മുട്ടയുടെ വെള്ള ചേർക്കുന്നത് വൈൻ നല്ല ക്ലിയർ ആയിട്ട് വരാനാണ്. മുട്ടയുടെ വെള്ള ചേർത്തില്ലെങ്കിൽ വൈൻ നന്നായിട്ട് തെളിഞ്ഞു വരില്ല. മുട്ടയുടെ വെള്ള ചേർക്കണ്ടെന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നേരത്തെ തിളപ്പിച്ചാറി വെച്ചിരിക്കുന്ന വെള്ളം. ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഏകദേശം ഒരു 10 ലിറ്ററിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. പല ലെയറുകളായിട്ടാണ് മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. ട്രഡീഷണലായിട്ടുള്ള മുന്തിരി വൈനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പണ്ടുള്ളവരുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. പണ്ടൊക്കെയുള്ളവർ വൈൻ വലിയ ഭരണികളിലാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന് പകരമായിട്ട് ഇവിടെ ഗ്ലാസ് ജാറിലാണ് വൈൻ ഉണ്ടാക്കുന്നത്. എടുത്തു വെച്ചിരുന്ന മുന്തിരിയുടെയും പഞ്ചസാരയുടെയും പകുതി ജാറിലേക്ക് ഇട്ടതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂവിൻ്റെയും ഗോതമ്പിൻ്റെയും കറുവാപ്പട്ടയുടെയും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് എടുക്കുമ്പോൾ എപ്പോഴും സൂചി ഗോതമ്പ് എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ സൂചി ഗോതമ്പ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഗ്രാമ്പൂവും കറുവാപ്പട്ടയും ഗോതമ്പും ഇട്ടതിന് ശേഷം വീണ്ടും ലെയറായിട്ട് മുന്തിരിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പഞ്ചസാര എടുക്കുമ്പോൾ മുന്തിരി എടുക്കുന്നതിൻ്റെ അതേ തൂക്കത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വൈനിന് മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് 1 കപ്പ് പഞ്ചസാര ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. വൈൻ ഉണ്ടാക്കുമ്പോൾ മധുരം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. അഥവാ ഇനി മധുരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വൈൻ റെഡിയായി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മധുരം പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ആദ്യം തന്നെ ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈൻ ശരിയായിട്ട് ഫെർമെൻ്റായിട്ട് കിട്ടില്ല. പഞ്ചസാര ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റുമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് വരില്ല. ഇപ്പോൾ മുഴുവൻ പഞ്ചസാരയും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ വെള്ളയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. വൈൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, മുന്തിരി വൈനിന് ഒരുപാട് ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ഈസ്റ്റ് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ വൈൻ കുടിക്കുന്ന സമയത്ത് ചിലർക്ക് നെഞ്ചരിച്ചിലൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മുന്തിരി വൈനിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് ഈസ്റ്റ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. വൈനിന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും ചൂടില്ലാത്ത വെള്ളമാണ്. ഇത് 5 ലിറ്റർ വെള്ളം അളന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അളന്ന് നോക്കാതെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുപ്പിയിലേക്ക് ചേർത്തിരിക്കുന്ന ചേരുവകളുടെയൊക്കെ കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. മുന്തിരിയുടെ കുറച്ച് മുകളിൽ വരുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല, അനക്കാതെ ഇത് അടച്ചു വെക്കുവാണ്. വൈൻ്റെ കൂട്ട് ജാറിലാക്കിയതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണിത്. രണ്ടാമത്തെ ദിവസമാണ് ആദ്യമായിട്ട് വൈൻ ഇളക്കി കൊടുക്കുന്നത്. മുന്തിരി വൈൻ ഉണ്ടാക്കുമ്പോൾ മുന്തിരി പൊട്ടിച്ചിടേണ്ടതെന്ന് ചിലർക്കെങ്കിലും ഇപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാവും. മുന്തിരി പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ ഈ മുന്തിരിയൊക്കെ തന്നെ പൊട്ടി വരും. രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ മുന്തിരി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം കഴിയുന്നത് തൊട്ട് 21 ദിവസം വരെ എല്ലാ ദിവസവും മുന്തിരി ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. രാവിലെയാണ് രാവിലെ, വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇളക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വലതുവശത്തോട്ടാണെങ്കിൽ എല്ലാ ദിവസവും വലതുവശത്തോട്ട് ഇളക്കുക. ഇടതുവശത്തോട്ടാണെങ്കിൽ എല്ലാ ദിവസവും ഇടതുവശത്തോട്ട് തന്നെ ഇളക്കുക. ഇവിടെ ഇപ്പോൾ 21 ദിവസമായിട്ടുണ്ട്. ഈ സമയത്ത് വൈൻ നമുക്ക് അരിച്ചെടുക്കാം. വൈൻ അരിച്ചൊഴിക്കുന്ന പാത്രവും അരിപ്പയും ഒക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. വെള്ളത്തിൻ്റെ ഒരംശം പോലും വരാൻ പാടില്ല. അരിച്ചെടുത്ത വൈൻ നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ഗ്ലാസ് ജാറുകളിലേക്ക് മാറ്റാം. ഇതുപോലെ ഉണ്ടാക്കുന്ന വൈൻ എത്ര വർഷം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. വൈനിൻ്റെ കാലപ്പഴക്കം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വീര്യവും ടേസ്റ്റും കൂടിക്കൂടി വരും. 2 കിലോ മുന്തിരിയുടെ വൈൻ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ഏകദേശം 2.5 ലിറ്റർ വൈനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനി 41 ദിവസം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ചു വെക്കാം. ഇതുപോലെയുള്ള വൈൻ ഊറ്റുന്ന സമയത്ത് തന്നെ കുടിക്കുന്നതിന് ടേസ്റ്റാണ്. 41 ദിവസം ആകുമ്പോഴേക്ക് ഇത് നല്ലവണ്ണം സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കാണുന്നത് 41 ദിവസമായ വൈനാണ്. ഇനി ഇത് നല്ല വൃത്തിയുള്ള ഉണങ്ങിയ വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം. വൈൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വൈൻ ഉണ്ടാക്കുമ്പോൾ ഇത് സെറ്റാകാൻ വേണ്ടി എപ്പോഴും ഇരുട്ടുള്ള അധികം ചൂടില്ലാത്ത മുറിയിൽ വേണം വയ്ക്കാൻ. റെഡിയായ വൈൻ ഇനി കുപ്പികളിലേക്ക് മാറ്റാം. വൈൻ ഒഴിച്ചു വെക്കാൻ നല്ല ഡാർക്ക് കളറുള്ള കുപ്പികളാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ സാധാരണ ബോട്ടിലുകളിലായിട്ടാണ് ഒഴിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ വൈൻ ഒഴിച്ചു വെക്കുന്ന കുപ്പിയുടെ അടപ്പ് നല്ല സ്ട്രോങ് ആയിരിക്കണം. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വൈൻ ഗ്ലാസ് ജാറിലായതുകൊണ്ടാണ് ഇതിൻ്റെ അടപ്പിന് മുകളിലായിട്ട് തുണി വെച്ച് കെട്ടാതിരുന്നത്. ഭരണിയിലുണ്ടാക്കുന്നവർ നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഭരണിയുടെ മുകൾ ഭാഗം ഒന്ന് കെട്ടിവെക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈച്ചയും പ്രാണിയും ഒക്കെ കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ല ടേസ്റ്റും കളറുമുള്ള നല്ല പെർഫെക്റ്റ് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വൈനിലേക്ക് ഒരു കളറോ പഞ്ചസാര കരിച്ചതോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല കളറാണ് ഉള്ളത്. ഇന്നത്തെ ഈ മുന്തിരി വൈൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.